നമ്മുടെ പ്രധാനപ്പെട്ട അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ചെമ്മീന് ഇപ്പോൾ ഈ 50 ഒരു 0 തീരുവയായിരുന്നു. അങ്ങോട്ട് കയറ്റി അയക്കുന്ന ചെമ്മീന് തീരുവയേ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ 50% തീരുവ, അതായത് ഒറ്റയടിക്കാണ് 50% തീരുവയിലേക്ക് ചെമ്മീൻ എത്തിപ്പറ്റുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിൽ വാങ്ങലിനെ ബാധിക്കാവുന്ന, എക്സ്പോർട്ടിനെ ബാധിക്കാവുന്ന ഒരു ഐറ്റമാണ് ചെമ്മീൻ. ഇനി രണ്ടാമത് ഒന്ന് നോക്കാവുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതായത് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട്, അതായത് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതേൽ ട്രംപ് തൊട്ടിട്ടില്ല. കാരണം അത് ട്രംപിന് അത്രയും ആവശ്യമുള്ളത് ആയിരിക്കും. അത് 6.9% ഇറക്കുമതി ചുങ്കമാണ് അതേലുള്ളത്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇനി അടുത്തത് ഓർഗാനിക് കെമിക്കലുകളാണ്. 4% ഓർഗാനിക് കെമിക്കലുകളില് നേരത്തെ ഉണ്ടായിരുന്ന ചുങ്കം. ഇപ്പൊ 50% ചുങ്കം അതിൽ ചെലുത്തുന്നു. അതോടെ 54% അതിന്റെ ചുങ്കം വർദ്ധിക്കുന്നു. പിന്നെയുള്ളത് പരവതാനി. 2.9% ആയിരുന്നു ഉണ്ടായിരുന്നത്. 50% കൂടെ വരുമ്പോഴത്തേക്കും 52.9% ഇറക്കുമതി ചുങ്കമാകും പരവതാനി എന്ന് ഓർക്കണം. ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യര് തൊഴിൽ കണ്ടെത്തുന്ന ഇന്ത്യയിലെ ഒരു മേഖലയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മനുഷ്യര് ജോലി കണ്ടെത്തുന്ന ഒരു മേഖലയാണ് പരവതാനി, തുകൽ ഉൽപ്പന്നങ്ങളൊക്കെ. അപ്പൊ ആ മേഖലകളിലാണ് ഇങ്ങനെ ഈ 52.9% തീരുവ വർദ്ധിക്കുന്നത്. ഇനി റെഡിമെയ്ഡ് ഗാർമെന്റ്സിന് 13.9%, അതായത് നേരത്തെ തരക്കേടില്ലാത്ത തീരുവ ഉള്ള ഒരു ഉൽപ്പന്നമായിരുന്നു റെഡിമെയ്ഡ് ഗാർമെന്റ്സ്. അത് 13.9% ഇപ്പൊ അത് 63.9% വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ തമിഴ്നാടിനെ ആയിരിക്കാം. തമിഴ്നാട് മാത്രമൊന്നുമല്ല, നമുക്കറിയാം മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മുടെ ഒരു ശക്തമായ ഒരു എതിരാളി ഉണ്ടാകാൻ പോകുന്നത് തന്നെ ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ഉൽപാദനത്തിലെ 80-85% റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ്. അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വിപണി നോക്കിയിരിക്കുമ്പോഴാണ് ഇന്ത്യൻ വിപണിക്ക് പതറുന്നത്. ഇന്ത്യൻ വിപണിക്ക് അടി പതറിയാൽ അവിടെ കയറി പറ്റാനായിട്ട് നോക്കുന്നത് ബംഗ്ലാദേശ് ആയിരിക്കും. ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശ് മാത്രമായിരിക്കില്ല. അപ്പൊ അങ്ങനെ റെഡിമെയ്ഡ് ഗാർമെന്റ്സിനെ വല്ലാതെ എഫക്ട് ചെയ്യും നമ്മൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ. ഇനി വേണ്ടത് നിറ്റഡ് തുണിത്തരങ്ങളിലും ഇതുപോലെ 63.9% ഇത് വരുന്നു. പിന്നെ രത്നം സ്വർണം, അത് രത്നം സ്വർണം 2.1% തീരുവയാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോ 50% വർദ്ധിക്കുമ്പോൾ 52.1% വർദ്ധിക്കും. അപ്പോൾ വജ്ര രത്ന ആഭരണങ്ങളുടെ കയറ്റുമതിയെ അത് ബാധിക്കും എന്ന് കരുതാം. പക്ഷേ എന്റെ അഭിപ്രായത്തില് വലിയ തോതിൽ ബാധിക്കുകയില്ല. കാരണം വജ്ര രത്ന ആഭരണങ്ങൾ വാങ്ങുന്നത് സാധാരണ ഇഷ്ടംപോലെ പണമുള്ളവരാണ്. അത് അങ്ങനെ വാങ്ങുന്നവര് തീർച്ചയായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് ഒരു മമത കാണും. എന്തുകൊണ്ടാണ് മമത ഉണ്ടാകാൻ? ഇന്ത്യയോടുള്ള മമതയല്ല, ആ ഉൽപ്പന്നങ്ങളുടെ ഡിസൈനിലൊക്കെ വരുന്ന മനോഹാരിത. ആ മനോഹാരിത കൊണ്ട് തന്നെ അതിന്റെ പണമുള്ളവർക്ക് ഈ വില കൂടിയതൊന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല. ഇതിന് പകരം വെക്കാൻ കൊള്ളാവുന്ന ഡിസൈൻസ് വേറെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഡയമണ്ട് ഉൽപ്പന്നങ്ങൾ തന്നെ അവർ വാങ്ങിയിരിക്കും. അപ്പൊ അതിന്റെ ഡിമാൻഡിനെ വലിയ കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതാണ് അവസ്ഥ. ഇനിയുള്ളത് സ്റ്റീൽ പോലെയുള്ള, കോപ്പർ, അലൂമിനിയം പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ്. 1.7 ആയിരുന്നു നേരത്തെ നിലവിലിരുന്നത്. അതിപ്പോ 50% വർദ്ധിക്കുമ്പോൾ 51.7. ആ മേഖലയിലും നല്ല തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫർണിച്ചർ 2.3% ആയിരുന്നു നേരത്തെ നിലവിലിരുന്നത്. അതിപ്പോ 50% വരും, 52.3. അപ്പം ഈ പറയപ്പെട്ട ഈ 50% ചുങ്കം ഏതേത് മേഖലകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് തിരിച്ചടി പ്രതീക്ഷിക്കാം. അതിൽ ഒരു പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത കുറവുള്ളത്
രത്ന വജ്ര ആഭരണങ്ങളുടെ ശ്രേണിയിൽ മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ ഒരു സമാധാനമുള്ളത്, ഈ അമേരിക്കയിലെ ബയേഴ്സ് എന്ന് പറയുമ്പോൾ ഏഷ്യക്കാർ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ തന്നെ. അപ്പൊ ഉദാഹരണത്തിന് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പല ശ്രേണികളായി എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അങ്ങനെ പല പല ശ്രേണികളിലായിട്ട് അവിടെ വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്നത്. അവര് തന്നെ ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെയുള്ള അവിടെ സ്ഥിരം സിറ്റിസൺസ് ആയി തീർന്നിട്ടുള്ള ഇന്ത്യക്കാര്, അവരും വലിയ തോതിൽ ഇഷ്ടപ്പെടുന്നത്, അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഉൽപ്പന്നങ്ങളുടെ 60% ഏഷ്യക്കാർ തന്നെയാണ് വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഏഷ്യക്കാരുടെ സാമ്പത്തിക ശേഷിയെ അത് എങ്ങനെ ബാധിക്കും? അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. അവര് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കിയായിരിക്കും പഠിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സാധാരണ രീതിയിൽ വലിയ വിലവർധന ഉണ്ടായാൽ അവർ അതിനേക്കാൾ താഴ്ന്ന വിലയുള്ളതിലേക്ക് പോകാനിടയുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വില ഉയരും, ഡിമാൻഡ് കുറയും, കയറ്റുമതി കുറയും. അപ്പൊ വില ഉയർന്ന് അമേരിക്കയിലെ ഡിമാൻഡ് കുറഞ്ഞ് കയറ്റുമതി കുറയുമ്പോൾ ആരെയാണ് അത് ബാധിക്കുക? ഇന്ത്യൻ ഇക്കോണമിയാണ് ബാധിക്കുക. അതാണ് GDP 1% കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ GDP 1% കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ആ എക്സ്പോർട്ട് ബിസിനസ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാമോ എന്ന് നോക്കും. അതിനൊക്കെ പക്ഷെ കുറച്ച് സമയമെടുക്കും. ആ ഇടകാലത്ത് ഇവിടെ ആ ഉൽപാദനം തന്നെ രണ്ടോ മൂന്നോ ഷിഫ്റ്റ് പ്രവർത്തിക്കുന്ന പ്രവർത്തന കേന്ദ്രങ്ങളൊക്കെ ഒരു ഷിഫ്റ്റായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അത്രയും പേരെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടും. അവരുടെ വരുമാനം കുറയും, അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അത്തരം തൊഴിലില്ലായ്മ രൂക്ഷമാകാനും പിന്നെ അതുപോലെ മറ്റ് ക്ലേശങ്ങൾ, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉരുത്തിരിയാനുമുള്ള വഴിയൊരുക്കും ഈ ട്രംപിന്റെ 50% തീരുവ. അതിനെ സത്വരം ശക്തമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ തോതിലെ തൊഴിലില്ലായ്മ തൽക്കാലത്തേക്കെങ്കിലും, പിന്നെ നമ്മൾ വിപണി കണ്ടുപിടിച്ച് ഒക്കെ ചെല്ലുമ്പോഴേക്കും വീണ്ടും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നാം ഒരു ട്രീറ്റിക്കുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ UK-യുമായിട്ട് 99% ഡ്യൂട്ടി ഇളവോടെ UK ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ അങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങൾ, അങ്ങനെയുള്ള ട്രീറ്റുകൾ ഒക്കെ നല്ലതാണ്. ഇതിന്റെ ആക്കം കുറയാൻ അത് സഹായിക്കും. പക്ഷെ എങ്കിൽ പോലും അമേരിക്കയുമായി നാം തീർച്ചയായും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ഒരു വലിയ ജനത, നമ്മുടെ ബുദ്ധിമാന്മാര്, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ ചെയ്തു പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ ഇക്കോണമിയുടെ ഉയർപ്പിന് വേണ്ടിയാണ് ആ ബ്രെയിൻ, നമ്മുടെ ഇന്ത്യയുടെ ബ്രെയിൻ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത്രയെങ്കിലും ഗുണം, നമുക്കൊരു ട്രേഡ് സർപ്ലസ് എങ്കിലും കിട്ടത്തക്ക രീതിയിൽ ആ അമേരിക്കൻ ഇക്കോണമിയെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര, അദ്ദേഹം അത് കൂടാതെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ചയെ 1% ബാധിക്കാം എന്നൊക്കെയുള്ള ഭയം നിലനിൽക്കെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ചില സൂചനകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ പാദത്തിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിച്ചേരലില് നമ്മുടെ റീപ്പോ റേറ്റ് 1% കുറച്ചു. റീപ്പോ റേറ്റ് എന്ന് വെച്ചാൽ റിസർവ് ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ മേടിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റീപ്പോ റേറ്റ് 1% കുറച്ചു എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾക്ക് വായ്പ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാണ്. അതെന്തിന്റെ സൂചനയാണ്? അങ്ങനെ റിസർവ് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ അതൊരു സൂചനയാണ് ബാങ്കുകൾ പൊതുജനങ്ങൾക്ക്, വ്യാപാര ആവശ്യങ്ങൾക്ക്, കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് ഒക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് വായ്പ കൊടുക്കുക. അതായത് വായ്പാ ലഭ്യത ധാരാളമാക്കുക, വായ്പാ ലഭ്യത വിപുലമാക്കുക. അതാണ് അങ്ങനെ റീപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ നൽകുന്ന സന്ദേശം. അപ്പം എന്ന് വച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, GSTയുടെ റീസ്ട്രക്ചറിങ് മുഖാന്തരം ഈ ട്രംപ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു എന്ന്. അതുപോലെയുള്ള മറ്റൊരു ശ്രമം
ഈ ട്രംപിന്റെ ഈ പിന്നെ എന്താണ് തീരുവ യുദ്ധം തുടങ്ങിയിരുന്നു ജാനുവരിയിൽ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ് ഈ 1% തീരുവ കുറച്ചത്. അപ്പം അത് മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടിയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഇമ്പാക്ട്? അതായത് വായ്പകൾ കുറച്ചുകൂടി ലഭ്യമാകും. ഇപ്പോൾ ഈ എക്സ്പോർട്ടേഴ്സ് ഒക്കെ വലിയ പ്രശ്നത്തിലാകാൻ പോവുകയാണ്, ഈ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സ്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു 6 മാസത്തേക്ക് വായ്പ കൊടുത്തിരിക്കുന്നത് തിരിച്ചു വാങ്ങല് വേണ്ട, മൊറട്ടോറിയം കൽപ്പിച്ച് വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. അതുമല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ സബ്സിഡി കൊടുക്കുന്നതിന് തുല്യമാണ് GSTയിലെ റേറ്റുകളൊക്കെ കട്ട് ചെയ്തത്. വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുക. പിന്നെ അതുപോലെ ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാക്കുക. ഇങ്ങനെ വായ്പാ ലഭ്യത ചെലവ് കുറഞ്ഞതാകുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റീപ്പോ റേറ്റ് കുറച്ചപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായ രീതിയിൽ ബാങ്കുകളും അവരുടെ റേറ്റ് കുറയ്ക്കും, വായ്പ എടുക്കുന്നവർക്ക് കൊടുക്കുന്ന വായ്പയുടെ റേറ്റ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ പണം സമ്പദ്ഘടനയിൽ എത്തുക. അപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടച്ചിടാൻ സാധ്യതയുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ഷിഫ്റ്റോ 3 ഷിഫ്റ്റോ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഒക്കെ ഉൽപാദന മേഖലകളും ഒക്കെ ഷിഫ്റ്റ് കുറച്ചേക്കാം, പൂർണ്ണമായിട്ട് അടച്ചേക്കാം. അത്തരം ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഒരു ഇടക്കാല സഹായം എന്ന രീതിയിൽ ബാങ്കുകൾ വായ്പ ഇളവ് ചെയ്യുക, വായ്പ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം, അതായത് സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ വേറൊന്ന്, അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസീസ് ഇത്തരം കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിച്ച് അവർ പറയുന്നത് അനുസരിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് BBB ആയിരുന്നു. ആ BBB ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു. എന്ന് വെച്ചാൽ അവർ BB പോസിറ്റീവോ BB നെഗറ്റീവോ ഒന്നും ആക്കിയിട്ടില്ല. നേരത്തെ അതായത് ട്രംപിന്റെ ഇമ്പാക്ട് വരുന്നതിന് മുൻപുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നമ്മുടെ അന്താരാഷ്ട്ര റേറ്റിംഗ് തുടർന്നു പോകുന്നു എന്നുള്ളതും ഒരു ശുഭ സൂചകമാണ്. പിന്നെ ഒന്ന് ചെയ്യാമെന്നത്, അതായത് അത് കേന്ദ്ര മന്ത്രിമാരും അതുപോലെ സഞ്ജയ് മൽഹോത്ര, ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പൊ പറയുന്നത് എന്താണ്? ഗോ ഫോർ ഇന്ത്യ മെയ്ഡ് ഗുഡ്സ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഹിന്ദിയിലാണ് അതും പറയുന്നത്. അപ്പോ എന്തായാലും നമ്മുടെ ഇന്ത്യ മെയ്ഡ് ഗുഡ്സിന്, അതായത് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും മേടിക്കാതെ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് മേടിക്കാതെ, അതായത് ഈ പറയപ്പെട്ട എക്സ്പോർട്സിന്റെ ഒക്കെ എക്സ്പോർട്ട് വിപണി കുറയുന്നു എന്നുള്ളത് കൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ളവർ വാങ്ങുക. ഗോ ഫോർ ഇന്ത്യ മെയ്ഡ് ഗുഡ്സ്. അതാണ് നരേന്ദ്രമോദി പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ട്, സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മള് ഫോറിൻ സാധനങ്ങളൊക്കെ ബഹിഷ്കരിക്കുകയും ഇന്ത്യ മെയ്ഡ് ഉൽപ്പന്നങ്ങൾ മാത്രം സ്വീകരിക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ ഗോ ഫോർ ഇന്ത്യ മെയ്ഡ് ഗുഡ്സ് എന്നാണ് വേറൊരു നിർദ്ദേശമായിട്ട്. അപ്പൊ അങ്ങനെ ഗോ ഫോർ ഇന്ത്യ മെയ്ഡ് ഗുഡ്സ് ആകുമ്പോൾ ഈ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിപണി നഷ്ടപ്പെട്ട ആ ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ സ്വീകരിക്കപ്പെടും. അങ്ങനെ സ്വീകരിക്കപ്പെടുമ്പോൾ അവയൊന്നും കച്ചവടം നിർത്തലാക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു സാധ്യത ഉള്ളത് മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അമേരിക്കയെ മാത്രം നോക്കിയിരിക്കാതെ 206 രാജ്യങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് ലോകത്ത്. ഈ മറ്റു രാജ്യങ്ങളിലേക്കും കൂടി കണ്ണയക്കുക, വിപണി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട വിപണി പിടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ചാനലിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം നന്നാക്കി കൊണ്ടുവരാനും അവരുടെ ഈ ട്രംപിന്റെ ഈ പീനൽ റേറ്റ് ഒക്കെ വെട്ടിക്കുറച്ച് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നേരിയ തോതിൽ മാത്രം ഉയർന്ന റേറ്റുകളിലേക്ക് മാറാനുമുള്ള സാധ്യത തെളിയിച്ചെടുക്കുക. ഇതൊക്കെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും ട്രംപിന്റെ ഈ ഹീനമായ ഉദ്ദേശം, ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക, ഇന്ത്യയെ തന്റെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. ഇന്ത്യക്കാർ ആർക്കും അടിമയായി കഴിയേണ്ട ഒരു രാജ്യമല്ല. ലോകത്തെ ഏറ്റവും വലിയ ജനതയാണ്. ബൗദ്ധിക ശേഷിയിലും ഇന്ത്യക്കാർ ആർക്കും പിന്നിലല്ല. ഇന്ത്യയുടെ ബൗദ്ധിക ശേഷി മുഴുവനും ഊറ്റിയെടുത്ത് പ്രയോജനപ്പെടുത്തുന്നു. അത് അമേരിക്കയുടെ കുറ്റമല്ല, അമേരിക്കയുടെ അഹങ്കാരമായിരിക്കാം, അത് അമേരിക്കയുടെ കഴിവായിരിക്കാം. അത്
അത് ഇന്ത്യയുടെ കഴിവുകേടുമായിരിക്കാം. എങ്കിലും ഇന്ത്യയുടെ ഭൗതിക ശക്തി മുഴുവൻ ഊറ്റിയെടുത്ത് ശാസ്ത്രരംഗത്തൊക്കെ മേൽക്കോയ്മ സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് എപ്പോഴും നമ്മൾ കടുത്ത നടപടികളിലൂടെ തന്നെ ചെറുത്തു നിൽക്കാൻ കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു.